നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിലൊന്നിന്റെ ഉള്ളറകളിലേക്കാണ്. എന്തിനാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്? ആ പത്രവാർത്തകളുടെ തലക്കെട്ടുകൾക്ക് പിന്നിലെ യഥാർത്ഥ കഥയെന്താണ്? നമുക്കൊന്ന് വിശദമായി നോക്കാം. ഈ തീയതി ഇതൊന്ന് ഓർത്തുവെച്ചോളൂ. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയ സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലെത്തിയത് അന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം ഇത്രമാത്രം നിർണായകമാകുന്നത്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇതായിരുന്നു അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആ സൈനിക നീക്കത്തിനു കൊടുത്ത പേര്. ഇതൊരു സാധാരണ സൈനിക ഓപ്പറേഷനായിരുന്നില്ല കേട്ടോ. ഇറാനിലെ ഭരണകൂടത്തെ തന്നെ അതിന്റെ തലപ്പത്ത് നിന്ന് പിഴുതെറിയുക, അതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടുതന്നെ ഇതിനു മുൻപുണ്ടായ എല്ലാ ഏറ്റുമുട്ടലുകളിൽ നിന്നും ഇത് വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോ എന്തായിരുന്നു ലോകത്തോട് അവർ പറഞ്ഞ കാരണങ്ങൾ? എന്തിനായിരുന്നു ഈ ആക്രമണം എന്നതിനെപ്പറ്റി അമേരിക്കൻ ഭരണകൂടം കൊടുത്ത വിശദീകരണം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 4 കാരണങ്ങളാണ് അമേരിക്ക മുന്നോട്ടുവെച്ചത്. ഒന്നാമതായി, ഇറാൻ ആണവായുധമുണ്ടാക്കുന്നതിൽ നിന്ന് അവരെ തടയുക. രണ്ടാമത്തെ കാര്യം, ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ പോലുള്ള ഗ്രൂപ്പുകളെ ദുർബലപ്പെടുത്തുക. പിന്നെ ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനോടുള്ള ഒരു പ്രതികരണം. പിന്നെ ഏറ്റവും പ്രധാനം, ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ തന്നെ ഇല്ലാതാക്കുക. ഇതൊക്കെയായിരുന്നു ലോകത്തിനു മുന്നിൽ അവർ നിരത്തിയ ഔദ്യോഗിക കാരണങ്ങൾ. പക്ഷേ കഥ അത്ര സിമ്പിളാണോ? ഈ പറഞ്ഞ കാരണങ്ങൾ മാത്രമായിരുന്നോ ഈ ഒരു വലിയ ആക്രമണത്തിന് പിന്നിൽ? അതോ ഇതിനപ്പുറം മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ അവർക്കുണ്ടായിരുന്നോ? തീർച്ചയായും ഉണ്ടായിരുന്നു. അതായത് പത്രസമ്മേളനത്തിലൊന്നും പറയാത്ത, പക്ഷേ ശരിക്കും കളിമാറ്റിയ ചില കണക്കുകൂട്ടലുകൾ ഈ സൈനിക നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നു. ഈ ആക്രമണത്തിന്റെ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇറാൻ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥയിലാണെന്ന് അമേരിക്കയും ഇസ്രയേലും കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ആ ദൗർബല്യം മുതലെടുത്ത് അടിക്കുക, അതായിരുന്നു അവരുടെ പ്രധാന തന്ത്രം. 60% ഇതായിരുന്നു ആ സമയത്ത് ഇറാനിലെ പണപ്പെരുപ്പത്തിന്റെ നിരക്ക്. ഒന്നോർത്തുനോക്കൂ, രാജ്യത്തിനകത്ത് സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരെ വലിയ അമർഷം പുകയുന്നുണ്ടായിരുന്നു. ഇനി ഈ സാമ്പത്തിക പ്രശ്നം മാത്രമായിരുന്നു കേട്ടോ ലക്ഷ്യം. അമേരിക്കയ്ക്ക് വേറെയും ചില തന്ത്രപരമായ നേട്ടങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഉപരോധം മറികടക്കാൻ റഷ്യയൊക്കെ സഹായിക്കുന്ന ഇറാന്റെ ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന രഹസ്യ കപ്പൽ ശൃംഖല തകർക്കുക. അതോടൊപ്പം അവരുടെ പുതിയ ബങ്കർ ബസ്റ്റൻ മിസൈലുകളും സൈബർ ആയുധങ്ങളുമൊക്കെയൊന്ന് പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു സുവർണ അവസരം കൂടിയായിരുന്നു ഇത്. പോരാപ്പതിന് മേഖലയിലെ സഖ്യകക്ഷികൾക്ക് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ശക്തമായ സന്ദേശം കൊടുക്കാനും അവർക്ക് സാധിച്ചു. പക്ഷേ ഈ അമേരിക്ക ഇറാൻ സംഘർഷം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. ഏകദേശം 70 വർഷത്തിലേറെയായി നീണ്ടുനിൽക്കുന്ന ഒരു അവിശ്വാസത്തിന്റെയും ശത്രുതയുടെയും കഥ ഇതിന് പിന്നിലുണ്ട്. നമുക്കതിന്റെ വേരുകളിലേക്ക് ഒന്ന് പോകാം. കഥ തുടങ്ങുന്നത് 1953-ലാണ്. അന്ന് ഇറാന്റെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക സഹായിച്ചു. പിന്നീട് 1979-ൽ ടെഹ്റാനിലെ അമേരിക്കൻ എംബസി പിടിച്ചെടുത്ത് ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയതോടെ ആ ബന്ധം പൂർണ്ണമായും തകർന്നു. അപ്പോൾ 2026-ലെ ഈ ആക്രമണത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ പഴയ മുറിവുകളെല്ലാം വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ്. 20% ലോകത്തിലെ മൊത്തം എണ്ണയുടെ 1/5 കടന്നുപോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അതായത് ലോകത്തിന്റെ ഊർജ്ജ വിപണിയെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം. ഈ സംഖ്യയുടെ പ്രാധാന്യം നമ്മൾ ഓർത്തുവെക്കണം. അതുകൊണ്ടുതന്നെ ഈ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്കയെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്. ഒരു റെഡ് ലൈൻ എന്ന് തന്നെ പറയാം. ഇവിടെ ഇറാന്റെ സ്വാധീനം കൂടുന്നത് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോ ഈ ആക്രമണത്തിന് ശേഷം എന്ത് സംഭവിക്കും? ലോകം മുഴുവനിപ്പോൾ ഉറ്റുനോക്കുന്നത് അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ഭാവിയിലേക്കാണ്. ശരിക്കും അമേരിക്കയുടെ ഈ നീക്കം ഒരു വലിയ ഗാമ്പിളാണ്, ഒരു ചൂതാട്ടം. ഒന്നുകിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. ഇതിനിടയിൽ മറ്റൊരോപ്ഷനില്ല. മുന്നിൽ 2 സാധ്യതകളാണുള്ളത്. ഒരു വശത്ത് അമേരിക്ക പ്രതീക്ഷിക്കുന്നത് പോലെ ഇറാനിലൊരു ജനാധിപത്യ സർക്കാർ വരികയും രാജ്യം സമാധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യാം. മറുവശത്ത് എല്ലാവരും പേടിക്കുന്നതുപോലെ ഇറാനിലൊരു അധികാരശൂന്യതയുണ്ടാവുകയും അത് മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്നൊരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യാം. അപ്പോ ചോദ്യം ഇതാണ്: പരമോന്നത നേതാവ് പോയി, ഇറാനിൽ അധികാരത്തിനു വേണ്ടി വടംവരി തുടങ്ങിയിരിക്കുന്നു. മേഖലയാകെ കലുഷിതമാണ്. ഈയൊരു സാഹചര്യത്തിൽ ഏത് ഭാവിയാണ് ഇറാനെയും ലോകത്തെയും കാത്തിരിക്കുന്നത്? ഈയൊരു ചോദ്യം ബാക്കിയാക്കി നമുക്ക് ഈ വിശകലനം ഇവിടെ നിർത്താം.